എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേട്ടയിൽ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് കോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് ആർ ഓൾസോ നേറ്റീവ് ആൻഡ് എസ് ഫങ്ഷൻസ് ക്യാൻ ടേക്ക് ആർഗ്യുമെന്റ്സ്. സ്റ്റാൻഡേർഡ് ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് റൂൾസ് apply, but the right hand side should begin with the function keyword if declared inline. When using standalone JS files, you can have a comment before the function keyword and you can use function as the function name so that your IDE does not complain about JavaScript syntax or is example function x return x plus 1. JavaScript functions കരേട്ടയിൽ നേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ JS ഫങ്ഷൻസിന് ആർഗ്യുമെന്റ്സ് ടേക്ക് ചെയ്യാനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് റൂൾസ് എല്ലാം ഇതിന് ആപ്ലിക്കബിളുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ ഇൻലൈനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫങ്ഷൻ കീവേഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ എഴുതണം. അതേപോലെ ഇൻലൈനായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഫങ്ഷൻ്റെ പേര് കൊടുക്കണം നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ ഒരു JS ഫയലിനകത്താണ് എന്നുണ്ടെങ്കിൽ ഫങ്ഷൻ്റെ കൂടെ ഫങ്ഷൻ നെയിമും കൂടെ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ കോഡ് എഴുതുന്ന IDEയിൽ ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് എറേഴ്സ് വരും. അപ്പം അത് ഒഴിവാക്കാനുള്ള എക്സാമ്പിളാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഫങ്ഷൻ നെയിമായിട്ട് FN എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആർഗ്യുമെൻറ്റ് അതിനുശേഷം റിട്ടേൺ x plus 1 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ JS ഫയലിനകത്ത് നമ്മൾ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇഷ്യൂസ് ഒന്നും വരികയില്ല. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കരേട്ട API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിൻ്റെ അകത്ത് com.test എന്ന പാക്കേജിനുള്ളിൽ കോളിംഗ് ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് ഡോട്ട് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടോട്ടൽ 5 സിനാരിയോസ് ഉണ്ട്. ആദ്യത്തെ സിനാരിയോയിൽ ഞാൻ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷന് ഇൻലൈനായിട്ട് കോൾ ചെയ്യുവാണ്. ഇവിടെ ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഫങ്ഷന് നെയിം കൊടുത്തിട്ടില്ല. ഇൻലൈനായിട്ട് കൊടുക്കുമ്പോൾ നെയിം കൊടുത്തില്ലെങ്കിലും കറക്റ്റായിട്ട് വർക്കാവും. ഈ ഫങ്ഷൻ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ഈ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ പാസ് ചെയ്യും. ടൈറ്റിൽ, നെയിം എന്നീ 2 പാരാമീറ്റേഴ്സാണ് ഈ മെത്തേഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഹലോ, അതിൻ്റെ കൂടെ നമ്മൾ പാസ് ചെയ്യുന്ന ടൈറ്റിലും അതോടൊപ്പം നെയിമും കൂടി ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. def എന്ന കീവേഡ് യൂസ് ചെയ്ത് ഗ്രീറ്റർ എന്നൊരു വേരിയബിളിലേക്ക് ഇതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ അസർഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഗ്രീറ്ററാണ് ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആ ഫംഗ്ഷനിലേക്ക് 2 ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിരിക്കുകയാണ്, മിസ്റ്ററും അതേപോലെ ബോബ് എന്നുള്ള വാല്യൂം. അതിനുശേഷം നമ്മൾ അസേർട്ട് ചെയ്ത് നോക്കി, ഇവിടെ ഓൾറെഡി ഹലോ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ അപ്പൻഡ് ചെയ്താണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നമ്മൾ അസേർട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻലൈനായിട്ട് ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് കരേട്ടയിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. സെനേരിയോസ് 1 പാസ്ഡ് 1. ഫീച്ചർ ഫയലിലെ സെനേരിയോ പാസ്സായി. നമുക്ക് ആ റിസൾട്ട് ഒന്ന് നോക്കാം. ഞാൻ ബ്രൗസർ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഫംഗ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ അസേർഷനും പാസ്സായി. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഞാൻ @ignore എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യുകയാണ്. സെക്കൻഡ് സെനേരിയയിലെ @ignore റിമൂവ് ചെയ്യുന്നു. സെക്കൻഡ് സെനേരിയോയുടെ കേസിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനെ ഞാനൊരു JS ഫയലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ഡയറക്റ്റ് റീഡ് ചെയ്തെടുത്തിട്ട് ഞാൻ ഗ്രീറ്റർ എന്ന വേരിയബിളിലേക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിരിക്കുകയാണ്. മുമ്പേ ചെയ്ത സെയിം സെനേരിയോ തന്നെയാണ്. പക്ഷേ ഇത്തവണ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷന് ഇൻലൈനായിട്ട് കൊടുക്കുന്നതിന് പകരം greeting.js എന്നൊരു ഫയലിലേക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം com.test എന്നുള്ള പാക്കേജിനുള്ളിൽ greetings.js എന്നൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫയലിനകത്തെ കണ്ടന്റ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫംഗ്ഷൻ
അതോടൊപ്പം ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മുമ്പത്തെ ഇൻലൈൻ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിന് സെയിം ആണ്, അതിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഇവിടെ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ എന്നുള്ള മിസ്സസ് എന്നാക്കി, അതേപോലെ ബോബ് എന്നുള്ള വാല്യൂ ഹേലിയാക്കി. അതിനുശേഷം അസേർട്ട് ചെയ്ത് നോക്കുന്നു. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. അപ്പോൾ നമുക്ക് ഇൻലൈൻ ആയിട്ടും അതോടൊപ്പം തന്നെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിനകത്ത് JS ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കോൾ ചെയ്യാം. ഇവിടെ സിനാരിയോസ് 1 പാസ്റ്റ് 1 നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കാം. ഞാൻ റിഫ്രഷ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ഇത്തവണ അസേർഷൻ പാസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ സിനാരിയോ നോക്കാം. @ignore എന്നുള്ള ഇത് ഞാൻ മൂന്നാമത്തെ സിനാരിയോ റിമൂവ് ചെയ്യുന്നു. അതിന് സെക്കൻഡ് സിനാരിയോക്കകത്ത് കൊടുക്കുവാണ്. മൂന്നാമത്തെ സിനാരിയോയുടെ കേസിൽ ജാവ ഇൻട്രോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ജാവയിലെ ക്ലാസ്സസ് യൂസ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതൊരു വേരിയബിളിലേക്ക് ഗെറ്റ് ഡേറ്റ് എന്നുള്ള വേരിയബിളിലേക്ക് *def എന്നൊരു കീവേഡ് യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യുവാണ്. ഈ ഫംഗ്ഷനകത്ത് java.text.simpleDate ഫോർമാറ്റ് എന്ന ക്ലാസ് യൂസ് ചെയ്ത് സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ഡേറ്റ് ഫോർമാറ്റിലാണ് വരേണ്ടതെന്നുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു, ന്യൂ കീവേഡ് യൂസ് ചെയ്ത്. അതിനുശേഷം ഡേറ്റ് എന്ന വേരിയബിളിലേക്ക് ജാവ ക്ലാസ് ആയ ഡേറ്റ് ക്ലാസ് യൂസ് ചെയ്യുന്നു. അത് java.util എന്ന പാക്കേജിനകത്താണ് ഉള്ളത്. അതിനുശേഷം നമ്മൾ മെൻഷൻ ചെയ്ത ഫോർമാറ്റ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡേറ്റ് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഫംഗ്ഷന് വെളിയിൽ ടെമ്പ് എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിലേക്ക് ഗെറ്റ് ഡേറ്റ് എന്നുള്ള ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കറണ്ട് ഡേറ്റ് ആയിരിക്കും. ഡേറ്റും മന്തും 0 ആയിരിക്കും കൺസോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഞാൻ ഈ @ignore റിമൂവ് ചെയ്യുവാണ്. ഇനി റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഞാൻ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യുവാണ്. നിങ്ങൾക്ക് പ്രിൻറ്റ് ടെമ്പ് എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്ത കറണ്ട് ഡേറ്റ് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ജാവ ക്ലാസ്സസ് ജാവാസ്ക്രിപ്റ്റ് വഴി യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത സിനാരിയോ നോക്കാം. ഞാൻ @ignore എന്നുള്ളത് ഈ സിനാരിയോക്ക് ആഡ് ചെയ്യുവാണ്. അതിനുശേഷം ഫോർത്ത് സിനാരിയോക്കകത്തു നിന്ന് @ignore എന്നുള്ളത് റിമൂവ് ചെയ്യുവാണ്. ഈ സിനാരിയോയിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ജാവ മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുവാണ്. ആ ജാവ മെത്തേഡിന് പാരാമീറ്ററും ഉണ്ട്. ഈ ജാവ മെത്തേഡ് ഞാൻ utility.java എന്നുള്ള ക്ലാസ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ജാവ മെത്തേഡ്. ഇതിൽ നമ്മൾ പാരാമീറ്റർ ആയിട്ട് നെയിമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജനറേറ്റ് നെയിം എന്നുള്ളതാണ് മെത്തേഡിൻ്റെ പേര്. ഈ മെത്തേഡ് നെയിം നമ്മൾ പാസ് ചെയ്യുന്ന റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് ഇവിടെ 34th ലൈനിൽ എങ്ങനെയാണ് ജാവ ക്ലാസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂട്ടിലിറ്റി എന്നുള്ള ജാവ ക്ലാസ് എഴുതിയിരിക്കുന്ന com.test പാക്കേജാണ്. അതിനുശേഷം ക്ലാസ് നെയിം ഇവിടെ മെൻഷൻ ചെയ്തു. അതിനുശേഷം ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം ആ വേരിയബിൾ ഡോട്ട് ഏത് മെത്തേഡാണോ കോൾ ചെയ്യേണ്ടത് ആ മെത്തേഡിൻ്റെ പേര് ഇവിടെ കൊടുത്തു. അതായത് ഈ ജനറേറ്റ് നെയിമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം. അതിനുശേഷം ഫംഗ്ഷൻ്റെ വെളിയിൽ കോൾ എന്ന കീവേഡ് യൂസ് ചെയ്ത് JSDemo എന്ന വേരിയബിൾ കോൾ ചെയ്തു. കാരണം നമ്മൾ ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ ഒരു വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. *def എന്ന കരേട്ടയിലെ കീവേഡ് യൂസ് ചെയ്ത് JSDemo എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം കോൾ, അതിനുശേഷം JSDemo എന്നുള്ള ആ വേരിയബിൾ നമ്മളിവിടെ കൊടുത്തു. അതോടൊപ്പം ആർഗ്യുമെൻ്റ് ആയ ഗ്രിഫ് എന്നുള്ള വാല്യൂ കൊടുത്തു. അതിനുശേഷം റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ ഈ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തപ്പോൾ അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു, റിസൾട്ട് എന്ന വേരിയബിളിലേക്ക്. ആ റിസൾട്ടിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അസേർഷൻ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. scenarios 1 past 1 നമുക്ക് റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം.
നമുക്ക് കാണാം റിസൾട്ട് ഈസ് ഡിഫ് എന്നുള്ളത് വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. ഈ സിനാരിയോ ഞാൻ ഇഗ്നോർ ചെയ്യുവാണ്. ഫിഫ്ത്ത് സിനാരിയോയിലെ @ഇഗ്നോർ ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇവിടെ ഞാനൊരു നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡ് ജാവാസ്ക്രിപ്റ്റ് വഴി കോൾ ചെയ്യുവാണ്. ഈ നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡിനും പാരാമീറ്റർ ഉണ്ട്. നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് നോൺ സ്റ്റാറ്റിക് മെത്തേഡാണ്. ഈ ജനറേറ്റ് ഫസ്റ്റ് നെയിം എന്നുള്ള മെത്തേഡ് ഒരു നെയിമാണ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ start_def JSDemo എന്ന വേരിയബിളിലേക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജാവ മെത്തേഡ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് കരേട്ടയിൽ ഒരു ജാവ ക്ലാസ്സിൽ നിന്ന് മെത്തേഡ് കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട സിൻടാക്സ്. ജാവ ഡെമോ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇതൊരു നോൺ സ്റ്റാറ്റിക് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഈ വേരിയബിളിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ന്യൂ ജാവ ഡെമോ എന്നുള്ളത് കൊടുത്തു. അത് വീണ്ടും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം റിട്ടേൺ ചെയ്തു JD.generate ഫസ്റ്റ് നെയിം, അതോടൊപ്പം ആർഗ്യുമെന്റ് പാസ് ചെയ്തു. അതിനുശേഷം ഫംഗ്ഷന് വെളിയിൽ മുമ്പത്തെ കേസിൽ ചെയ്തതുപോലെ തന്നെ റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് കോൾ കീവേഡ് യൂസ് ചെയ്ത് ഈ JSDemo എന്നുള്ള വേരിയബിൾ വിളിച്ചു. അതിനുശേഷം ആർഗ്യുമെന്റ് വാല്യൂ ആയിട്ട് സ്റ്റീവ് എന്നുള്ളത് പാസ് ചെയ്തു. അതിനുശേഷം റിസൾട്ട് പ്രിന്റ് ചെയ്യിക്കുന്നു, അതോടൊപ്പം തന്നെ അസേർഷൻ ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. scenarios1 past 1. നമുക്ക് റിസൾട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമുക്ക് കാണാം റിസൾട്ട് വന്നിരിക്കുന്നത്. ഇനി @ignore എന്നുള്ള ടാഗ് എല്ലാ സിനാരിയോയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഒരുമിച്ച് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. 5 സിനാരിയോസ് ഉണ്ട്, 5ഉം പാസ്സാവും നമുക്ക് ചെക്ക് ചെയ്യാം. 5 സിനാരിയോസ് 5 പാസ്ഡ്. റിസൾട്ട് നമുക്ക് റിഫ്രഷ് ചെയ്യാം. 5 സിനാരിയോസും പാസ്ഡായി. അപ്പോൾ ഇങ്ങനെയാണ് കരേട്ടയിൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് കോൾ ചെയ്യുന്നത്. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് ഇൻലൈനായിട്ട് യൂസ് ചെയ്യാം. ഇൻലൈനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫംഗ്ഷനോടൊപ്പം ഫംഗ്ഷൻ നെയിം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഒരു JS ഫയലിനകത്ത് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് കോൾ ചെയ്യാം. റീഡ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കോൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ്റെ കൂടെ ഫംഗ്ഷൻ നെയിമും കൂടെ മെൻഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ IDE എറർ കാണിക്കും. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജാവയിലെ ക്ലാസ്സസ് യൂസ് ചെയ്ത് നമുക്ക് യൂട്ടിലിറ്റീസ് വലുതും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാനൊരു ഡേറ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്താണ് ജാവയിലെ ക്ലാസ് യൂസ് ചെയ്യുന്നത്. തേർഡ് കേസിൽ ഞാൻ utility.java എന്ന ക്ലാസ് ഫയലിനകത്ത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ജനറേറ്റ് നെയിം എന്നുള്ള ഒരു മെത്തേഡ് വിത്ത് പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് കോൾ ചെയ്യുവാണ്. ലാസ്റ്റ് സിനാരിയോയ്ക്കകത്ത് നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡ് വിത്ത് പാരാമീറ്റർ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കരേട്ടയിലെ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് കോൾ ചെയ്യേണ്ടത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.